എന്ന നിലയിൽ അദ്ദേഹം എത്രമാത്രം മാതൃകാഭൂതനായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിനെല്ലാം പുറമെയാണ് എൻ്റെ ലേഖനത്തിൽ ഞാൻ ചിത്രീകരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ്. അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് വളരെ കാര്യക്ഷമമായി പ്രവർത്തിച്ചിരുന്ന ഒരു പഞ്ചായത്ത് പ്രസിഡന്റാണ്. നമ്മുടെ നാട്ടിൽ ഇത്രമാത്രം രാഷ്ട്രീയം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് അദ്ദേഹത്തെ പോലെ ഒരു വ്യക്തിക്ക് ആ ഒരു മേഖലയിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ സാധിച്ചു എന്നുള്ളതും വളരെ അപൂർവമായൊരു സംഭവം. അപ്പോൾ ഏതെല്ലാം തരത്തിലുള്ള വ്യക്തിത്വങ്ങളെ തന്നിൽ അദ്ദേഹം സമാഹരിച്ചിരുന്നു എന്നുള്ളത് വളരെ അത്ഭുതത്തോടുകൂടി നോക്കിക്കാണേണ്ട ഒരു വിഷയമാണ്. ഞാൻ വളരെ ദീർഘമായിട്ട് പ്രസംഗിക്കുന്നില്ല. എൻ്റെ ലേഖനത്തിൽ അദ്ദേഹത്തിൻ്റെ സാഹിത്യകൃതികളെക്കുറിച്ചുമൊക്കെ അല്പസ്വല്പം, അത് ദീർഘമായിട്ടൊന്നും എഴുതാൻ സ്ഥല സൗകര്യം അനുവദിക്കാത്തതുകൊണ്ട് അല്പസ്വല്പം എഴുതിയിട്ടുണ്ട്. അസാധാരണനായ ഒരു വ്യക്തിയായിരുന്നു. അതിനെല്ലാം പുറമെ ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് പറയുകയാണ്, ഞാൻ ജീവിതത്തിൽ പരിചയപ്പെട്ടിട്ടുള്ള വളരെ ശുദ്ധന്മാരായ സാത്വികന്മാരായ നല്ല വ്യക്തികളിൽ ഒരാളായിരുന്നു അദ്ദേഹം എന്നുള്ളതാണ്. അങ്ങനെയുള്ള വ്യക്തികളെ ഇന്ന് നമ്മുടെ നാട്ടിൽ കിട്ടാനില്ലാത്തത്. നമുക്ക് പണ്ഡിതന്മാരെയും കവികളെയും മറ്റ് പലതരം വിദ്വാൻമാരെയും ഒക്കെ കണ്ടുകിട്ടും. നല്ല മനുഷ്യരെന്ന് പറയുന്നതാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ശ്രീമാൻ വേണുഗോപാൽ പണിക്കരൊക്കെ ഇതുപോലുള്ള കൃതികൾ ഇനി ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഇതുപോലുള്ള കൃതികൾ ഉണ്ടാകുമല്ലോ എന്നുള്ള, ഇതുപോലത്തെ മനുഷ്യർ നമ്മുടെ നാട്ടിൽ ഇനി ഉണ്ടാകുമോ എന്ന് എനിക്ക് വളരെ സംശയമുണ്ട്. അത്രമാത്രം ശുദ്ധനായ, അത്രമാത്രം സ്നേഹസമ്പന്നനായ, അത്രമാത്രം തൻ്റെ ഉള്ളിലുള്ള വ്യക്തിത്വത്തെ വളരെ ഭംഗിയായി പുറത്ത് പ്രകടിപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ ചിരിയിൽ തന്നെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു നിഷ്കളങ്കത്വം. വളരെ നിഷ്കളങ്കമായിട്ടാണ് ചിരിക്കുന്നത്, നിഷ്കളങ്കമായിട്ടാണ് സംസാരിക്കുന്നത്. അത്ര ശുദ്ധഹൃദയനായ സാത്വികനായ ഒരു വ്യക്തിയെ ഇനി നമുക്ക് കണ്ടുകിട്ടുമോ എന്നുള്ളത് കാര്യത്തിൽ എനിക്ക് വളരെ സംശയമുണ്ട്. എൻ്റെ ആ ലേഖനത്തിൻ്റെ അവസാനത്തിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, അദ്ദേഹം ശ്രീകൃഷ്ണ ഭക്തനായിരുന്നു. നിശ്ചയമായും അദ്ദേഹം മോക്ഷം പ്രാപിച്ചിട്ടുണ്ട്. ബഹൂനാം ജന്മനാമന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യതേ വാസുദേവ സർവമിതി സ മഹാത്മാ സുദുർലഭ. ഇതാണ് സാക്ഷാൽ ശ്രീകൃഷ്ണൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ബഹൂനാം ജന്മനാമന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യതേ വാസുദേവ സർവമിതി. വാസുദേവ സർവമിതി എന്ന ജ്ഞാനത്തോടുകൂടി എന്നെ പ്രാപിക്കുന്നത് അനേകം ജന്മങ്ങളുടെ അന്ത്യത്തിലാണ്. വാസുദേവ സർവമിതി എന്ന് പറഞ്ഞാൽ സർവം ഖൽവിദം ബ്രഹ്മ എന്ന് പറയുന്നത് തന്നെ അത് മറ്റൊരു ഭാഷയെ പറയുന്നുള്ളൂ. ഈ പ്രപഞ്ചത്തിൽ നാം കാണുന്നതെല്ലാം ബ്രഹ്മചൈതന്യം മാത്രം, മറ്റൊന്നല്ല എന്ന ആ ബോധത്തോടുകൂടി അദ്ദേഹം ശ്രീകൃഷ്ണനിൽ അല്ലെങ്കിൽ ആ പരബ്രഹ്മത്തിൽ വിലയം പ്രാപിച്ചു. സ മഹാത്മാ സുദുർലഭ. നന്ദി ശ്രീ രാമേന്ദ്രൻ നായർ സാർ. അടുത്തത് പ്രൊഫസർ അമ്പലപ്പുഴ രാമവർമ്മ സാറ്. ഇവിടെ കൂടിയിരിക്കുന്ന ആരോടും രാമവർമ്മ സാറിനെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. പക്ഷേ പുതുമന ദാമോദരൻ നമ്പൂതിരിയുമായിട്ട് ഏറ്റവും അടുത്ത് ഇടപഴകിയ രാമവർമ്മ സാറ് കഥകളി പഠനരംഗത്തും മലയാള അധ്യാപന രംഗത്തും ഒക്കെ പ്രശസ്തനായി തീർന്ന മഹാവ്യക്തിയാണ് അദ്ദേഹം. പുതുമനെ വർഷങ്ങളോളം നീണ്ടുനിന്ന പരിചയത്തെ അനുസ്മരിക്കുന്ന പ്രഭാഷണത്തിനായി ഞാൻ ക്ഷണിക്കുന്നു. അധ്യക്ഷവേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന മാന്യ ഗുരുജനങ്ങളെ, പ്രിയ സുഹൃത്തുക്കളെ, അമ്പലപ്പുഴക്കാർക്കെന്നല്ല കേരളീയർക്ക് മുഴുവൻ സമാരാധ്യനായിരുന്ന അമ്പലപ്പുഴ തന്ത്രിമുഖ്യൻ ശ്രീ ബ്രഹ്മശ്രീ ദാമോദരൻ നമ്പൂതിരിയെപ്പറ്റി അനേകം കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. പക്ഷേ ഞാൻ അതിന് ദീർഘമായൊരു പ്രസംഗത്തിന് ഒരുങ്ങുന്നില്ല. ഇനി 3-4 പേർ സംസാരിക്കാനുണ്ട്. അപ്പം ഞാൻ അത്രയും ചുരുക്കി പറയാനുള്ളത് പറയാം എന്ന് വിചാരിക്കുന്നു. പുതുവന ദാമോദരൻ നമ്പൂതിരി അമ്പലപ്പുഴയിലെ സൂര്യ തേജസ്സായിരുന്നു. സൂര്യൻ ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ചൂടും വെളിച്ചവും പ്രദാനം ചെയ്യുന്ന മഹാഗോളമാണ്. ലോകത്തിന് മുഴുവൻ ഊർജം പകരുന്ന മഹാഗോളമാണ്. അതുപോലെയുള്ള
ബഹുമുഖമായ പ്രതിഭ ഉൾക്കൊണ്ട് അമ്പലപ്പുഴ നാടിന് മുഴുവൻ അഭിമാനം ആയിരുന്ന മഹാനായിരുന്നു പുതുമന ദാമോദരൻ നമ്പൂതിരി എന്ന് പറയണം. അദ്ദേഹം താന്ത്രിക വിഷയത്തിലാണ് മുഖ്യമായിട്ട് പ്രവർത്തിച്ചത്. തന്ത്രിമുഖ്യനാണല്ലോ. പക്ഷേ ആധ്യാത്മിക കാര്യങ്ങളിൽ മാത്രമല്ല അദ്ദേഹത്തിന് ശ്രദ്ധ പതിഞ്ഞിരുന്നത്. അദ്ദേഹം സാമൂഹികമായ കാര്യങ്ങളിലും സജീവ പ്രവർത്തകരായിരുന്നു. മാത്രമല്ല നാട്ടുകാർക്ക് അത്രമാത്രം താല്പര്യവും ബഹുമാനവും ഉണ്ടായിരുന്നുകൊണ്ടാണ് 16 കൊല്ലം അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. എല്ലാവർക്കും കിട്ടുന്ന ബഹുമതിയല്ല. 5 കൊല്ലം തികച്ചിരിക്കാൻ തന്നെ പ്രയാസം. വേറെ ഇക്കാലത്തുകാരാണെങ്കിൽ 5 കൊല്ലം 2 3 കൊല്ലമാണെങ്കിൽ തന്നെ ഇറങ്ങേണ്ടി വരും. 10 കൊല്ലം കൂടി നോക്കുക വേണ്ട, 15 കൊല്ലം പ്രതീക്ഷിക്കാനൊക്കെ ഇല്ല. 16 കൊല്ലമൊക്കെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ എത്രത്തോളം ബഹുമതിയാണ് ആളുകൾ അദ്ദേഹത്തിന് സമർപ്പിച്ചിരുന്നതെന്ന് ഓർക്കണം. അദ്ദേഹം തന്ത്രിമുഖ്യനായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ജാതി മത വർഗ പരിഗണനകളൊന്നുമില്ല. അദ്ദേഹം ഒരു വലിയ മനുഷ്യനായിരുന്നു എന്ന് വേണം പറയാൻ. ഒരു വിശാലഹൃദയനായ ഒരു മനുഷ്യനായിരുന്നു. ഒരു ചെറിയ ഉദാഹരണം പറയാം. അത് പുതുമന ഇല്ലത്ത് വെച്ച് നടന്ന ഏത് പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനാണ്. അദ്ദേഹത്തിൻ്റെ ശതാഭിഷേകമാണെന്ന് സംശയമുണ്ട്. അന്ന് അമ്പലപ്പുഴ പുതുമന ഇല്ലത്തെ 4 കെട്ടിൽ ആണ് പ്രധാനപ്പെട്ട ആളുകൾക്കൊക്കെ സദ്യ ഒരുക്കിയത്. അപ്പോൾ ആ 4 കെട്ടിൽ അദ്ദേഹത്തോടൊപ്പം ഞാനുണ്ടായിരുന്നു. എൻ്റെ തൊട്ട് വലതുവശത്ത് കഥകളി ഗായകൻ ഹൈദരാലി ഉണ്ടായിരുന്നു. നിങ്ങൾ നോക്കുക, പുതുമന ഇല്ലെന്ന് പറഞ്ഞാൽ വലിയ യാഥാസ്ഥിക കുടുംബം എന്നുള്ളതാണ് നമ്മുടെയൊക്കെ സങ്കല്പം. പക്ഷേ ഇത്രമാത്രം യാഥാസ്ഥ്യമായൊരു കുടുംബത്തിൽ ഇത്രമാത്രം ഉൾപ്രതിഷ്ഠ സ്വഭാവമുള്ള ഒരാൾ വന്ന് ജനിച്ചല്ലോ എന്നുള്ളതാണ് അത്ഭുതം. സ്വന്തം 4 കെട്ടിൽ 60 മുമ്പിൽ അദ്ദേഹം ഇരയിട്ടതിൽ ആദ്യം അദ്ദേഹം ഉണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു, രാമൻ അടുത്ത് തന്നെ ഇരിക്കണം. അദ്ദേഹം എപ്പോഴും പറയുന്നൊരു പല്ലവിയുള്ളൂ, ഇഷ്ടജനൈസ ഭുക്തം ഭുക്തം. ഇതാണ് എപ്പോൾ പുതുമനയില്ലാതെ എല്ലാവരും കൊള്ളാം. ഉച്ച സമയത്താണെങ്കിൽ അദ്ദേഹം ഉണ്ണാതെ അയക്കുകയില്ല. നമുക്കൊന്ന് ചൂട് കഴിക്കാം. രാത്രിയാണെങ്കിലോ, രാത്രി